ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയുമായിട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ എല്ലാ മെഷർമെൻറ്റും എടുത്ത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാര്യം ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് എപ്പോഴും ചെയ്തു വരുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. എന്നാലും ഞാൻ എടുത്ത അളവുകൾ ഓരോന്നും പറഞ്ഞു തരാം. ഷോൾഡർ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നു. 6.5 ഇഞ്ചാണ് ഷോൾഡർ. പക്ഷെ നമ്മൾ കോളർ കുർത്തി തയ്ക്കുന്നത് കൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്കും 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയിട്ട് ചെസ്റ്റും നമ്മുടെ ഷേപ്പ് ലെങ്ത് 13.5 ഇഞ്ചിലും സ്ലിറ്റ് 18.5 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഇഞ്ചിലാണ് നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡറിൻ്റെ സ്ലോപ്പും വരയ്ക്കുന്നുണ്ട്. കാര്യം ഇത് കോളർ കുർത്തി ആയതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് മസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ അളവുകളാണ് നമ്മളിവിടെ വെട്ടി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. താഴേക്ക് നമ്മൾ ഒരു 7.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെത്. ആദ്യം അതിൽ ഒരു 4 ഇഞ്ചിൽ നമ്മളൊരു റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തണം ഫ്രണ്ട് നെക്കിലെ. അപ്പോൾ അതാദ്യം അടയാളപ്പെടുത്താം. അതിനു മുമ്പായിട്ട് നമ്മുടെ ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ലോപ്പ് പോലെ വരച്ച് എടുക്കുകയാണേ. 1/2 ഇഞ്ച് മതി. 1/2 ഇഞ്ചിൽ വരയ്ക്കാവുന്ന ഒരു സ്ലോപ്പ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് നെക്കിലുള്ള ആദ്യത്തെ മാർക്കിങ് 4 ഇഞ്ചിൽ ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. റൗണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു റൗണ്ടല്ല, നിങ്ങളിത് ആ വീഡിയോയിൽ നോക്കിയാൽ മതി. ആ ഒരു രൂപത്തിൽ വരച്ചെടുക്കണമേ. ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കണം. ഇത് ഫ്രണ്ട് ഭാഗത്തെയാണേ. ഇനി നമുക്ക് ഒരു ഓപ്പണിംഗ് പോലെ, ഒരു വി ഷേപ്പിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. അത് 4 ഇഞ്ച് കഴിഞ്ഞിട്ട് ആ റൗണ്ട് വരച്ചതിൻ്റെ താഴേക്ക് വേണം വരച്ചിടാൻ. ഇനി നമുക്ക് ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റി എടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമായിരുന്നേ. ഫ്രണ്ട് ഭാഗത്തിൻ്റെ കൈക്കുഴിയാണ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു നെക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇപ്പം നമ്മൾ ആ ഒരു റൗണ്ട് ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇനി ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ക്യാൻവാസ് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണോ ആ ഒരു ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഷേപ്പ് നമുക്ക് ആ പേപ്പറിലും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് വേറൊരു ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം അത്രയും ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു വി ഷേപ്പിൽ നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പർ വെട്ടിയിരിക്കുന്നത് ആ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് സൈഡൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ എടുത്തിടുകയാണ്. എന്നിട്ട് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു മിഡിൽ കണ്ടിട്ട് ഒരു ചെറിയൊരു കട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആ കട്ട് ചെയ്തെടുത്ത വി ഷേപ്പ് ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് ഇവ തമ്മിൽ തെന്നി മാറാതിരിക്കാൻ നമ്മളൊരു മുട്ടുസൂചി വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിലും അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റിൽ കൂടെ നമ്മളൊന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നേ. അപ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കതൊക്കെ ആ ഒരു കമൻറ്റ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മളത്
അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പാർട്ട് നമ്മൾ സാധാ നെക്ക് അകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു കോർണർ ഭാഗത്തേക്ക് ഒരു കുഞ്ഞ് കട്ട് കൊടുത്തിട്ട്, അതായത് ആ സ്റ്റിച്ചിലോ ക്യാൻവാസ് പേപ്പറിലോ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് തിരിച്ചെടുക്കാം. നമ്മൾ സാധാ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് പതിച്ചടിക്കാം. ഇതുപോലൊന്ന് ആ ഒരു സെൻറ്റർ ഭാഗം എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി ഫോട്ടർ പൊക്കിയിട്ട് തിരിച്ചതായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചു കൊണ്ടുവരുവാണേ. ഇങ്ങനെ അടിച്ചു കൊണ്ടുവരണം. നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൽ അത് പറയുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം കിട്ടും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമൻറ്റിൽ പറയണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇനി ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട്, നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് 2 ഡബിൾ സ്റ്റിച്ച് വീതം കൊടുത്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അങ്ങനെ നമ്മളിതാ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കോളറിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം അടുത്ത കട്ടിങ്ങിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 തവണയായിട്ടാണ് ഈ ഒരു പ്രോസസ്സ്, ഈ കട്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്നിട്ട് ആ ഒരു ഫോൾഡിങ് സൈഡ് പൊക്ക ഭാഗത്തേക്ക് നമ്മുടെ ഒരു മേളിലേക്ക് കൊണ്ടുവന്നിട്ട് സൈഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണമേ. നമ്മൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് അടിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്ക് ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വീഡിയോ ശ്രദ്ധിക്കണേ. നമ്മൾ ആ വരച്ച ആ സ്ട്രെയിറ്റ് ലൈൻ്റെ നേരെ ആ ഒരു നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ നെക്ക് എടുത്ത് വെക്കുകയാണ്. അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ആ ഒരു പെർഫെക്ഷന് വേണ്ടി ഈ പിന്നിൻ്റെ സപ്പോർട്ട് വളരെ യൂസ്ഫുള്ളാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് പിടിച്ചെടുക്കണമേ. ഇപ്പോൾ ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു നെക്ക് കട്ട് ചെയ്ത് മാറ്റിയല്ലോ ഫ്രണ്ടിലെ ആ ഒരു 4 ഇഞ്ചിൽ വെച്ചിട്ട്, ആ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാവും. ആ ഒരു പാർട്ട് കളയാതെ വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നെക്ക് ഏത് രീതിയിൽ നീട്ടണോ അതോ കുറച്ചുകൂടെ ബെൻഡ് കൊടുക്കണോ എന്നറിയാൻ ആ ഒരു പീസ് നമ്മളെ സഹായിക്കുവേ. അതുകൊണ്ട് ആ ഒരു പീസ് നിങ്ങൾ കളയാതെ വെച്ചേക്കണേ. നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയി. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടെ അധികം ഒന്ന് നീട്ടി നമ്മൾ വരച്ചെടുക്കണം. മനസ്സിലായോ? നമ്മൾ ആ ഒരു നമ്മുടെ നെക്ക് മടക്കി ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടി ലെങ്തിൽ നമ്മൾ ആ ഒരു ഷേപ്പിനെ വരച്ചെടുക്കണം. ഇനി നമ്മുടെ കോളറിൻ്റെ വിട്ടാണ് നോക്കുന്നത്. ഇതിൽ 1 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വരച്ച ഷേപ്പിൽ ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് ഒന്ന് വരച്ച് മാർക്ക് ചെയ്യണേ. ഞാൻ ആ ഒരു ബെൻഡ് പോലത്തെ ആ ഭാഗത്തും എല്ലാം ആ ഒരു 3/4 ഇഞ്ചിനെ മാർക്ക് ചെയ്തുകൊണ്ടേ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് വരച്ച് യോജിപ്പിക്കാം. നമ്മുടെ ഇത് കുറച്ച് പ്രയാസം തോന്നുന്ന ഒരു കോളറാണ്. നമ്മൾ ഷർട്ട് കോളർ പോലെയല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് ചെയ്യാൻ. പക്ഷേ നമ്മളൊന്ന് ആദ്യം
ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു നെക്കും കൂടിയാണ്. കാണാൻ ഭയങ്കര ബോൾഡ് ലുക്കൊക്കെ തോന്നുന്ന ഒരു നെക്കാണിത്. നമ്മൾ എന്നിട്ട് ആ ഒരു 3/4 ഇഞ്ചിൽ ആ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ തൊട്ട് അടുത്തുകൂടെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യരുത്. ഒരു 1/4 ഇഞ്ച് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒരു ഇച്ചിരി തുമ്പ് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാനേ. നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ആ ഒരു ഷേപ്പിൽ തന്നെ, ആ ഒരു ഷേപ്പിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്താതെ ആ ഒരു വരച്ച ഭാഗത്തൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ എടുത്തു വെച്ച ക്ലോത്തിനേക്കാൾ അധികത്തിലാണ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലോത്ത് നന്നായിട്ട് വെച്ചിട്ട് നമ്മുടെ നെക്ക് ഒന്നുകൂടി അതിൻ്റെ കറക്റ്റ് അളവിനെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് തെന്നി മാറാതെയും അതിൻ്റെ അളവുകളൊന്നും ചുളുക്ക് വരാതെയും നമ്മൾ നോക്കണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇപ്പോഴും ആ ഒരു പിന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തുടക്കക്കാരായാലും എത്ര തയ്ക്കാൻ കുറച്ച് എക്സ്പെർട്ടായ ആൾക്കാരായാലും ഈ ഒരു പിന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അവിടെ നമ്മളൊരു ചെറിയ ഒരു ബെൻഡ് പോലെ കൊടുത്താണ് ഇനി കട്ട് ചെയ്തെടുക്കുന്നത്. അവിടുന്ന് വന്നിട്ട് ഒരു ചെറിയ ഒരു ബെൻഡ് പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, ആ ഒരു അറ്റത്തുള്ള ഷേപ്പ്. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ആ ഒരു പേപ്പറിലെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് അയൺ ചെയ്യാം. ആ ഒരു ക്ലോത്തിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ ഈ പേപ്പർ വെച്ച് അയൺ ചെയ്തെടുക്കുന്നത്. ഒരിക്കലും നല്ല വശത്തോട്ട് അയൺ ചെയ്യല്ലേ, ചീത്ത വശത്താണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ അയൺ ചെയ്തെടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഭാഗം നിർത്തിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയത്. എന്നിട്ട് അത് നമ്മൾ വീണ്ടും ആ ഒരു പേപ്പറിലേക്ക് അയൺ ചെയ്ത് ഒന്നുകൂടെ യോജിപ്പിക്കുവാണേ. ഈ ഒരു കോളർ കട്ടിങ്ങിൽ അയണിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇത് ഫുള്ള് ഈ ഒരു അയണിങ് ആണ് നടക്കുന്നത് ഇതിൽ. എന്നിട്ട് നമ്മൾ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ പിൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ മുട്ടുസൂചി ഉണ്ടെങ്കിൽ മുട്ടുസൂചി ആയാലും മതി. മുട്ടുസൂചി ഇരിക്കാതെ നമുക്ക് തയ്ക്കുമ്പോൾ ചിലപ്പം കൊണ്ടൊക്കെ കൊണ്ട് നമ്മളിതാ സ്റ്റാപ്ലറാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേറൊരു ക്ലോത്തും കൂടി എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും നമ്മൾ ആ സ്റ്റാപ്ലർ ചെയ്തൊക്കെ എടുത്ത് ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവേ. വളരെ സ്പീഡ് എടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യല്ലേ. നമ്മൾ സാവധാനം ടൈം എടുത്തിട്ട് തന്നെ വേണം, നല്ല കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകേണ്ടത്. ആ ഒരു വളവൊക്കെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ടൊക്കെ തിരിച്ചെടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇങ്ങ് അറ്റത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴും ആ ഒരു ഷേപ്പിനെ നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്.
ഇനി നമുക്ക് ബാക്കി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണേ. ആ ഒരു സ്റ്റിച്ച് കൊള്ളാണ്ട് ഒരു 1/4 ഇഞ്ചൊക്കെ നിർത്തിക്കൊണ്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോ കുഞ്ഞു കട്ട് വീതം നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിലോ സ്റ്റിച്ചിലോ കൊള്ളാത്ത രീതിയിൽ കുഞ്ഞു കട്ട് കുറച്ചധികം ആയിട്ട് നമുക്കവിടെ കൊടുക്കാം. കാര്യം നമ്മൾ തിരിച്ചെടുക്കുന്നതിൻ്റെ എളുപ്പത്തിനും ആ ഒരു ഭംഗിക്കും വേണ്ടിയാണ് ഇത്ര അധികം കട്ട് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചെടുക്കാവേ. ഇനി തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടും നമ്മളിത് വീണ്ടും ഒന്നുകൂടെ അയൺ ചെയ്യണേ. ഇത് ഫുള്ള് അയണിങ് തന്നെയാണ് ഇതിൽ നടക്കുന്നത് ഈ ഒരു കോളറിന്. അപ്പോൾ ഞാൻ അയൺ ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെ അയൺ ചെയ്യണേ. ആ ഒരു അടിയിലത്തെ തുണിഭാഗം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാനേ. നമ്മുടെ ആ ഒരു കോളറിൻ്റെ ആ ഒരു പേപ്പർ ഒട്ടിച്ച ഭാഗം മാത്രം നല്ല പെർഫെക്റ്റായിട്ട് അയൺ ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മുടെ ആ അയൺ ചെയ്തെടുത്തതിന് ശേഷം ക്യാൻവാസ് പേപ്പറിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഒരു തുണിയുണ്ടല്ലോ, ആ തുണിയിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാവേ. അത് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ക്യാൻവാസ് പേപ്പർ തട്ടാണ്ട്, ആ ഒരു ക്ലോത്ത് തട്ടാണ്ട് അതിൻ്റെ അടിയിലത്തെ തുണിയിൽ മാത്രമായിട്ടുള്ള സ്റ്റിച്ചാണേ കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു കോളറിൻ്റെ മിഡിൽ കണ്ടിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഈ ഒരു കോളറിൻ്റെ സ്റ്റിച്ചിങ് ഇതിനേക്കാൾ എളുപ്പത്തിൽ അറിയാമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തെയും മിഡിൽ കണ്ടിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ, അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം എടുക്കണം. ചീത്ത വശം എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു അറ്റത്ത് ഈ ഒരു കോളറിൻ്റെ ആ ഒരു ക്യാൻവാസ് പ്രിൻ്റ് പേപ്പറല്ല, മറ്റേ താഴത്തെ തുണിയിൽ വെച്ചിട്ട് ഒരു കൊച്ചു കട്ടിട്ട് കൊടുക്കണമേ. കട്ടല്ല, ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണേ. ഒരു കെട്ട് പോലെ ഒന്ന് കെട്ടിട്ട് നിർത്തുക, ജസ്റ്റ് അത്രേ ഉള്ളേ. അവിടെ അങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്ത് നിർത്തിയതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് തയ്ച്ചു തുടങ്ങാം. ഇത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം എന്തിനാണ് ആ ഒരു കെട്ടിട്ട് കൊടുത്തതെന്ന്. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് അങ്ങ് തയ്ച്ച് വരാവേ. ഈ സമയത്ത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലെ സ്റ്റിച്ച് കൊള്ളരുതേ. നമ്മളത് പൊക്കി നമ്മുടെ ഒരു കയ്യിലൊന്ന് ഹാൻഡിൽ ചെയ്ത് വേണം നമ്മളതൊന്ന് സ്റ്റിച്ചിട്ട് വരാനേ. നമ്മൾ നേരത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാണെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്റ്റിച്ചിട്ട് കൊടുത്ത ഭാഗത്തു കൂടി ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ചിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വശത്തേക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഓപ്പോസിറ്റ് വശത്തേക്കും അതുപോലെ സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിട്ട് തുടങ്ങാം.
നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനങ്ങ് മറന്നിട്ടങ്ങ് പോവുമോ? മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിലായിട്ട് തന്നെ കടക്കാം. അവിടുന്ന് നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവരുവാണേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു തുമ്പിലോട്ട് നമ്മുടെ ആ ഒരു കോളറിൻ്റെ എൻഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഒക്കെ നന്നായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ അവിടെ എത്തി കെട്ടിട്ട് അവിടെ അങ്ങ് നിർത്തണം. എപ്പോഴും നമ്മൾ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് തന്നെ നിർത്തുകയും വേണമേ. അപ്പോൾ നമുക്ക് രണ്ട് വശത്തേക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം തിരിച്ചെടുത്തിടാം. എന്നിട്ട് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പും സംഭവങ്ങളും ഒക്കെ ആ ഒരു കോളറിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നല്ല വശമാണ്, ക്ലോത്തിൻ്റെയും നല്ല വശമാണ്, കോളറിൻ്റെയും നല്ല വശമാണ്. അതായത് നമ്മൾ സ്റ്റാപ്ലെയർ വെച്ച് പിൻ ചെയ്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണിത്. നമുക്ക് കെട്ടിട്ടതാ അവിടുന്ന് അങ്ങ് അടിച്ച് വരാം. നമ്മൾ ഇവിടെ എന്താണ് ഇപ്പം നമ്മൾ സ്റ്റാപ്ലർ അടിച്ചതെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് അതായത് നമ്മുടെ കോളർ കാണുന്ന വശമാണ് ആ വശം. ആ വശത്തേക്ക് അപ്പോഴും ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പതിച്ച് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ആ ഒരു വൃത്തികേട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ സമയത്ത് സ്റ്റിച്ച് കൊടുക്കാണ്ട് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ സ്റ്റാപ്ലെയർ ആകുമ്പോൾ അങ്ങോട്ട് അഴിച്ച് കളഞ്ഞാൽ മതിയല്ലോ. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റിച്ചിൽ കിടക്കുകയും ചെയ്യും, നമ്മുടെ കാണാനും ഭംഗിയായിരിക്കും. ഒട്ടും വലിച്ചു പിടിക്കാതെ തന്നെ നമ്മളങ്ങ് തയ്ച്ച് പോകണമേ. ഇപ്പോൾ വലിച്ചു പിടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവിടെ വന്ന് വീഴുകയും ചെയ്തോളും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചോദിച്ചാൽ മതിയേ. നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ആ ഒരു എൻഡ് ഭാഗം എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴും ആ ഒരു നെക്കിൻ്റെ ആ ഒരു തയ്യൽ തുമ്പും ഭാഗങ്ങളൊക്കെ കാണും. അതൊക്കെ നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം ആ ഭാഗം എത്തി ഒന്ന് കെട്ടിട്ട് കൊടുത്ത് നിർത്താൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കൈവച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് അത് എല്ലാം സ്റ്റിച്ചും ഉള്ളോട്ട് കയറണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പുള്ളൊരു സാധനം വെച്ചോ നമ്മുടെ ആ ഡ്രിമ്മർ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ആ ഒരു തയ്യൽ തുമ്പ് ആ ഉള്ളിലോട്ട് കയറ്റിയാൽ മതി. അങ്ങനെ കയറ്റിയതാ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്, കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ട് കാണാവേ. നമ്മുടെ കോളർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് വശവും ഒരുപോലെ തന്നെ വന്ന് ചുളിവുകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ആ സ്റ്റാപ്ലെയറൊക്കെ ഒന്ന് അഴിച്ച് മാറ്റാവേ. ഇനി നമുക്കിതാ ഇവിടെ പതിവ് പോലെ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് നമുക്കങ്ങ് സ്റ്റിച്ചിട്ട് അങ്ങ് പോകാവേ. സ്ലീവ് അങ്ങോട്ട് നല്ല വശവും ചേർത്ത് അങ്ങ് അടിച്ച് പോവുകയാണ്. അങ്ങനെ രണ്ട് വശത്തെയും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം അറ്റം വെച്ച് അടിച്ച് വരുവാണ്. ആ ഒരു ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം താഴേക്ക് നമുക്കങ്ങ് അടിച്ച് വരാം. ഇതൊക്കെ സ്പീഡിന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണാവുന്നതാണ്. ഇനി നമുക്കിതാ സ്ലിറ്റ് ഇടാം. ആദ്യം ഒരു മടക്കി പിന്നീട് ആ ഒരു അരയിഞ്ച് ഫുള്ളായിട്ട് മടക്കി നമുക്കിതാ താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ചിട്ട് പോവുകയാണേ. ഈ സ്റ്റിച്ചിടുന്നതിൻ്റെ ആ ഒരു സ്ലിറ്റ് ഇടുന്നതിൻ്റെ മാത്രം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ടൊരു വീഡിയോ, ആ ഒരു സ്ലിറ്റ് ഇടുന്ന ഭാഗം മാത്രമായിട്ടൊരു എളുപ്പ വഴിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ സ്റ്റിച്ചിട്ട് മുകളോട്ട് വരുവാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് കെട്ടിട്ട് നിർത്തിയല്ലോ, ആ കെട്ടിട്ട് നിർത്തിയതിൻ്റെ തൊട്ട് മുകളിൽ വന്ന്
നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ 2 മടക്ക് മടക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് മടക്കിയതിന് ശേഷമാണ് നമ്മൾ കെട്ടിടുന്നത്. കെട്ടിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് വരിക. എന്നിട്ട് നമ്മുടെ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കി വെച്ചതിന് ശേഷം വീണ്ടും ഈ ഭാഗം കറക്റ്റായിട്ട് 2 വശവും നന്നായിട്ട് മടക്കുകയാണ്. ആദ്യം 1/2 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മടക്കി ഇപ്പുറത്തെ വശത്തേക്ക് അങ്ങ് അടിച്ച് വരുവാണ്. ഇപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ അവിടെ കൊടുത്തേക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റ് കാണാൻ കറക്റ്റ് നല്ല ഭംഗി വരുന്നത്. മുകളിലേക്ക് അടിച്ച് വന്നിട്ട് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഓപ്പണിംഗ് ഭാഗം എത്തിയിട്ട് അവിടെ ഒന്ന് നേരത്തെ പോലെ കുത്തി നിർത്തിയിട്ട് താഴേക്ക് വീണ്ടും ഒന്ന് അടിച്ചു വരാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തെടുക്കാം. ഇനി സൈഡും കൂടെ അടിച്ചെടുക്കുമ്പോൾ ആ ഒരു പണി കഴിയും. നമ്മുടെ സ്ലിറ്റ് നല്ല കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കോളർ കുർത്തി, അതും റൗണ്ട് കോളർ കുർത്തി. എല്ലാവർക്കും പേടി ചെയ്യാനായിരിക്കും അല്ലേ ഒരുപാട്. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പോക്കറ്റ് വെച്ചിട്ടുള്ളൊരു പലാസോ പാൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഉറപ്പായിട്ടും അടുത്തായിട്ട് ഇടാം. അപ്പോൾ അതാണ് ആ പോക്കറ്റൊക്കെ വെച്ചൊരു പലാസോ പാൻറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ടാറ്റാ.